മിഷേലിൻ്റേത് ആത്മഹത്യയാണെന്ന് പോലീസ് പറയുമ്പോൾ ആ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പോലീസിനെ കൊണ്ട് വലഞ്ഞ മുഖ്യമന്ത്രി കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് ഉചിതമാണ്. പഴി കേൾപ്പിക്കാൻ പോലീസിന്റെ തൊപ്പിയിൽ ഒരു കേസുകൂടി. നീതികേടിന്റെ അടുത്ത ഇരയായി മിഷേൽ എന്ന പാവം പെൺകുട്ടി. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മിഷേൽ ഷാജിയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. കസ്റ്റഡിയിലെടുത്ത യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷം. പിറവത്ത് നാളെ ഹർത്താൽ. കണക്കിന്റെ കളിയിൽ കരുനീക്കം കൃത്യതയോടെ. മണിപ്പൂരിലും BJP അധികാരത്തിലേക്ക്. ഇബോബി സിംഗ് രാജിവെക്കണമെന്ന് ഗവർണർ. നിർദ്ദേശം തള്ളി ഇബോബി സിംഗ്. ഗോവയിൽ മനോഹർ പരീക്കർ സർക്കാർ സത്യപ്രതിജ്ഞ നാളെ. അരുൺ ജെയ്റ്റ്ലിക്ക് പ്രതിരോധ വകുപ്പിന്റെ അധിക ചുമതല. പണവും അധികാരവും ഉപയോഗിച്ച് BJP ജനവിധി മോഷ്ടിക്കുന്നുവെന്ന് കോൺഗ്രസ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ഏപ്രിലിൽ. ആദ്യഘട്ട സർവീസ് ആലുവ മുതൽ പാലാരിവട്ടം വരെയെന്ന് ഇ ശ്രീധരന്റെ നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം. ഇടത് സർക്കാരിന് മുന്നിലേക്ക് വീണ്ടും മൂന്നാർ ഓപ്പറേഷൻ നിർദ്ദേശം. പരിസ്ഥിതിക്ക് ദോഷമായ കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. മൂന്നാറിൽ ഗാർഹികേതര കെട്ടിട നിർമ്മാണങ്ങൾ നിർത്തിവെക്കണം. പരിസ്ഥിതി പരിപാലന അതോറിറ്റി രൂപീകരിക്കണമെന്നും സമിതി. പ്രതിപക്ഷ ആവശ്യം നിരാകരിച്ചു സ്പീക്കർ. മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷത്തിനെതിരായ വാടക പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കില്ല. പ്രതിപക്ഷ നേതാവിന്റെ വർഗീയ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കിയത് പുനഃപരിശോധിക്കില്ലെന്നും സ്പീക്കർ. മിഷേലിന് നീതി വേണം. മിഷേലിൻ്റെ ദുരൂഹ മരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അല്പം മുമ്പ് പുറത്തു വന്നത്. നേരത്തെ തന്നെ പോലീസിന് ഇക്കാര്യത്തിലൊരു ധാരണയുണ്ടായിരുന്നു, ഇതൊരു ആത്മഹത്യയാണ് എന്ന നിലയ്ക്ക്. മിഷേലിൻ്റെ മരണം ആത്മഹത്യ എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കുറെ കൂടി നീങ്ങുന്നു എന്നതാണ് വ്യക്തമായി വരുന്ന വിവരങ്ങൾ. ആത്മഹത്യാ പ്രേരണയ്ക്ക് ബന്ധുവായ യുവാവിനെതിരെ കേസെടുക്കാനും തീരുമാനമായിരിക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് യുവാവ് മിഷേലിനെ മർദ്ദിച്ചിരുന്നു. മിഷേലിനെ യുവാവ് നിരന്തരം ശല്യം ചെയ്തിരുന്നതായും മിഷേലിൻ്റെ കൂട്ടുകാരി പോലീസിന് മൊഴി നൽകി. ഈ മൊഴിയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരമൊരു നീക്കത്തിലേക്ക് നീങ്ങുന്നത്. ശ്രീനാഥ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുകയാണ്. ശ്രീനാഥ്, ഇക്കാര്യത്തിൽ പോലീസ് ഇത്തരമൊരു സ്ഥിരീകരണത്തിൽ ആത്മഹത്യയ്ക്കുള്ള സാധ്യത തന്നെയാണ് പോലീസ് ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്നത് എന്നാണോ? അതിനാധാരമായി പോലീസ് കണക്കാക്കുന്നത് ഈ പറഞ്ഞ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റുമാണോ? ശരത്ത്, തീർച്ചയായിട്ടും ആദ്യം മുതൽ തന്നെ പോലീസ് ഇത് ഒരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലായിരുന്നു. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവർ വെള്ളം കുടിച്ചാണ് മരിച്ചത് എന്ന് വ്യക്തമായി കാണാമായിരുന്നു. മാത്രമല്ല, ശരീരത്തിൽ കാര്യമായ മുറിവുകളും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഈ മരണം ആത്മഹത്യയാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു ആദ്യം മുതൽ പോലീസ് എത്തിയിരുന്നത്. ഇന്ന് മിഷേലിനെ ശല്യം ചെയ്ത ഈ യുവാവിനെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. മിഷേലിന്റെ ഒരു അകന്ന ബന്ധുവും നാട്ടുകാരനുമാണ് ഈ യുവാവ്. ഇയാൾ നിരന്തരമായി മിഷേലിനെ ഫോൺ വിളിക്കുകയും പ്രണയാഭ്യർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ തമ്മിൽ പരിചയമുണ്ട്. 2 വർഷം മുമ്പ് ഇവർ രണ്ടുപേരുടെയും ബന്ധുവായ ഒരാളുടെ കല്യാണത്തിന് വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നത്. ആദ്യകാലത്ത് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ മിഷേൽ മറ്റുള്ളവരെ ഫോൺ ചെയ്യുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ഒക്കെ ഇയാൾ വിലക്കിയിരുന്നു. അതോടുകൂടി ഇവർ തമ്മിൽ തെറ്റുകയും ഇവരുടെ സൗഹൃദം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് മിഷേൽ തന്നെ വിളിക്കരുത് എന്ന് പല പ്രാവശ്യം ഇയാളോട് പറഞ്ഞിരുന്നു. 1 മാസം മുമ്പ് ഇവർ തമ്മിൽ പിണങ്ങിയപ്പോൾ ഇയാൾ മിഷേലിനെ മർദ്ദിക്കുകയും ചെയ്തു, നാട്ടിലെത്തി മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ തിരിച്ച് ഛത്തീസ്ഗഡിലേക്ക് ഇയാളുടെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. മരിക്കുന്നതിന്റെ തലേന്ന് ഏതാണ്ട് 350ഓളം മെസ്സേജുകളും നിരവധി കോളുകളും ഇയാളുടെ ഫോണിൽ നിന്ന് മിഷേലിന്റെ ഫോണിലേക്ക് വന്നിരുന്നു. മരണ ദിവസം തന്നെ ഏതാണ്ട് 40ലേറെ കോളുകളാണ് ഇയാളുടെ ഫോണിൽ നിന്ന് വന്നിരുന്നത്. ഇങ്ങനെ നിരന്തരമായി മിഷേലിനെ ഇയാൾ ശല്യം ചെയ്തിരുന്നതായി മിഷേലിന്റെ കൂടെ താമസിച്ചിരുന്ന കൂട്ടുകാരിയും പോലീസിന്
മൊഴി നൽകിയിട്ടുണ്ട്. തലേന്ന് ശല്യം സഹിക്കാതെയായപ്പോൾ നാളെ കാണിച്ചു തരാം എന്ന് മിഷേൽ പറഞ്ഞതായും കൂട്ടുകാരിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. പള്ളിയിൽ പ്രാർത്ഥിച്ച ശേഷം ഗോശ്രീ പാലത്തിന് താഴെയുള്ള കായലിൽ ചാടി മിഷേൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ശരത്, അതായത് ശ്രീനാഥ്, അന്വേഷണ സംഘം അത്തരമൊരു നിഗമനത്തിലേക്ക് വേഗത്തിലെത്തുന്നു. ഇതേ ദിവസം സഭയിൽ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും, അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അതേ ദിവസം വൈകുന്നേരം നിലവിലെ അന്വേഷണ സംഘം ഇത്തരമൊരു പൂർണ്ണ നിഗമനത്തിലേക്ക് എത്തുകയാണോ? ഇവർ ഈ കേസ്, ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ ഇങ്ങനെ ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു എത്തിയിരുന്നത്. മറ്റൊരു സാക്ഷിമൊഴികളുമില്ല, മറ്റൊരു കാരണവും ഇതിൽ വ്യക്തമല്ല. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കുടിച്ച് മരിച്ചു എന്നുള്ള കാരണം വ്യക്തമാണ്. അത് ഒന്നുകിൽ മറ്റാരെങ്കിലും എടുത്ത് കായലിലേക്ക് എറിഞ്ഞതാവാം, അല്ലെങ്കിൽ സ്വയം ചാടിയതാവാം. ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ എന്തെങ്കിലും സംശയത്തിന് സ്കോപ്പുള്ളൂ എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. എന്നാൽ കായലിന്റെ സമീപത്തുകൂടി ഈ കുട്ടി നടന്നു പോകുന്നത് കണ്ടതായി രണ്ട് സ്ത്രീകളുടെ മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിലൊരു സ്ത്രീ ഈ കുട്ടിയോടെ അസമയത്ത് എന്താണ് ഇതുവഴി എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നതായി ഒരു സ്ത്രീയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അവർ ഈ കുട്ടി തന്നെയാണോ അത് എന്നുള്ള കാര്യത്തിൽ തിരിച്ചറിയുന്ന കാര്യത്തിൽ മാത്രമേ ഒരു ചെറിയ തടസ്സം അവിടെയുള്ളൂ. പക്ഷേ ഈ കുട്ടി തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കലൂർ പള്ളിയിലെ CCTVയിൽ കണ്ട ദൃശ്യങ്ങളായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ രണ്ടുപേർ മിഷേലിനെ പിന്തുടരുന്നതായി കണ്ടതായി പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഇവർ മിഷേൽ സഞ്ചരിച്ച ദിശയ്ക്ക് എതിർ ദിശയിലാണ് ഇവർ സഞ്ചരിച്ചതായി പിന്നീട് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ബൈക്കിൽ യാത്ര ചെയ്ത രണ്ടുപേർക്ക് ഈ സംഭവവുമായി ബന്ധമില്ല എന്നൊരു നിഗമനത്തിലും പോലീസ് എത്തിച്ചേരുന്നുണ്ട്. ശരി ശ്രീനാഥ്, വളരെ വിശദമായി തന്നെ പോലീസ് ഇപ്പോൾ എത്തിച്ചേരുന്ന ഒരു നിഗമനത്തെക്കുറിച്ചാണ് ലഭ്യമായ വിവരങ്ങൾ ഇപ്പോൾ ശ്രീനാഥ് പങ്കുവച്ചത്. സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ പരിശോധനകൾ, വിവിധ മൊഴികൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് പോകുന്നത്. പക്ഷേ അതേസമയം വളരെ പ്രധാനപ്പെട്ട ആക്ഷേപം അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്നു കഴിഞ്ഞു. ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. നാളെ പിറവത്ത് ഹർത്താലാണ് എന്നതുപോലെയുള്ള പ്രശ്നം ഇക്കാര്യത്തിൽ ഉടലെടുത്തിരിക്കെ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മിഷേലിൻ്റെ ദുരൂഹ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും അതേസമയം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് ഇന്ന് അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ച ശ്രീ അനൂപ് ജേക്കബ്, മുൻ മന്ത്രി, പിറവം MLA, ഒപ്പം തന്നെ ശ്രീ AM ആരിഫ് MLA CPIM, എഴുത്തുകാരി ശ്രീമതി തനുജ ഭട്ടതിരി ചേരുന്നു. ഒപ്പം തന്നെ മുൻ SP ശ്രീ സുഭാഷ് ബാബു ചേരുന്നു. ജസ്റ്റിസ് ഫോർ മിഷേൽ എന്ന പേരിൽ വളരെ സജീവമായി രംഗത്തുള്ള സംഘടനയുടെ കോർഡിനേറ്റർ കൂടിയായ അബിൻ വർക്കി ചേരുന്നു. മിഷേലിൻ്റെ പിതാവിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ അനൂപ് ജേക്കബ്, ഇക്കാര്യത്തിൽ പോലീസിനെ ശക്തമായി ആക്ഷേപിക്കാൻ കഴിയും വിധത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ വന്നതും ഞങ്ങളുടെ പ്രതിനിധി തന്ന വിവരങ്ങളടക്കം താങ്കളുടെ മുമ്പിലുണ്ട്. ഇന്ന് ഈ സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ച് സർക്കാരിനെ വിമർശിച്ചയാളാണല്ലോ, പോലീസിനെയും വിമർശിച്ചതാണല്ലോ. ഗൗരവമായി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ പാകത്തിന് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇക്കാര്യത്തിലുണ്ടോ? തീർച്ചയായിട്ടും അതുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം അടിയന്തര പ്രമേയമായി ഞങ്ങൾ ഉന്നയിച്ചത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കുട്ടിയുടെ പിതാവ് തന്നെ പറഞ്ഞൊരു ഭാഗമാണ്. 5-ാം തീയതി ഈ കുട്ടിയെ കാണാതാവുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി ചെല്ലുന്ന പിതാവും ആ കുട്ടിയുടെ മാതാവും ഉൾപ്പെടെ ആ ഹോസ്റ്റലിലെ സിസ്റ്റേഴ്സ് അടക്കം അവരോട് ഇന്ന് പരാതി സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് പോലീസ് തിരിച്ചുവിട്ടൊരു ഭാഗം. അവിടെ മുതലാണ് പോലീസിൻ്റെ നിഷ്ക്രിയത്വവും അവിടുത്തെയുള്ള ദുരൂഹതയും നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്നത്. അപ്പോൾ ആ പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ് ഞങ്ങളിന്ന് നിയമസഭയിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങളത് ചൂണ്ടിക്കാട്ടിയത്. ഒരു കുട്ടി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞു വരുന്ന അച്ഛനോടും അമ്മയോടും പോലീസ് പെരുമാറേണ്ട രീതി ഇതാണോ എന്ന പ്രസക്തമായ ചോദ്യം നമ്മളവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസമാണ് ഈ കുട്ടിയുടെ ഫാദറിൻ്റെ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നത്. അതാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ വായിച്ചത്. അദ്ദേഹം പറഞ്ഞത് 6-ാം തീയതിയാണ് പരാതി നൽകിയത് എന്നത്, 6-ാം തീയതിയാണ് പരാതി എടുത്തത് എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറയുകയുണ്ട്. അത് പോലീസ് എഴുതി കൊടുത്ത വേർഷൻ അദ്ദേഹം വായിച്ചത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രസക്തമായ ഒന്ന്, 5-ാം തീയതി അവിടെ ഇവർ ചെന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും ആ കുട്ടിയുടെ പിതാവിനെ അവിശ്വസിക്കേണ്ട കാര്യം നമുക്ക് ആർക്കുമില്ല. 5-ാം തീയതി വൈകിട്ട്
ആ പോലീസ് സ്റ്റേഷൻ, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, പരാതി സ്വീകരിക്കാതെ അവരെ തിരിച്ചയക്കുന്നു. അപ്പോൾ അന്ന് തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുട്ടിയുടെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് കരുതേണ്ടതായിട്ടുണ്ട്. അവിടെ പോലീസിന് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ആ വീഴ്ച സംബന്ധിച്ച് അന്വേഷിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇവിടെ ആ സന്ദർഭത്തിന് അനുസൃതമായി ഉയരുവാനും ഉണർന്നു പ്രവർത്തിക്കുവാനും കഴിയാത്ത പോലീസ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയ ശരിയാണ്. അനൂപ് ജേക്കബ്, ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. ഇപ്പോൾ ഇതാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതേ പോലീസ് ഈ കേസ്, ഈ മരണം, ഈ ദുരൂഹ മരണം അതൊരു ആത്മഹത്യയാണ് എന്ന പൂർണ്ണ നിഗമനത്തിലേക്ക് അതേ അന്വേഷണ സംഘം പോകുന്നു. സഭയിൽ നിങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നാണ്. ഈ അന്വേഷണ സംഘം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിൽ ഒരപാകത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു ക്ലിയർ കേസ് ഓഫ് ഡ്രൗണിംഗ് ആണ് എന്നുള്ളതാണ് ആദ്യം മുതൽ പോലീസ് എടുത്ത സമീപനം. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അടക്കമുള്ളവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ ആദ്യം മുതൽ, അതായത് ഈ കുട്ടി 7-ാം തീയതി കുട്ടിയുടെ ഭവനത്തിൽ ഞാൻ ചെന്ന് ഈ കുട്ടിയുടെ മൃതശരീരം കണ്ട് ഞാൻ തിരിച്ചിറങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ തന്നെ അവർ പറഞ്ഞ ഡ്രൗണിംഗ് കേസാണെന്നാണ്. അപ്പോൾ പോലീസിന് ആദ്യം മുതൽ നിഗമനം അത് തന്നെയാണ്. ആ നിഗമനത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. ഏറ്റവും ഒടുവിൽ ഇന്ന് വരുന്ന വാർത്തകളും അതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇഷ്യൂ ഒരാഴ്ച പിന്നിട്ടിട്ട് പോലീസ് ആക്ട് ചെയ്തെന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ്, 2 ദിവസം മുമ്പാണ്. അപ്പൊ അവിടെ ഇത് കേരളത്തിന്റെ മഹാനഗരമായ കൊച്ചിയിൽ ഒരാഴ്ചക്കിടെ വളരെ പ്രമാദമായ 2 സംഭവങ്ങൾ. ശിവസേന യുവാക്കൾക്ക് നേരെ, യുവതികൾക്ക് നേരെ നടത്തിയ അതിക്രമം, സദാചാര ഗുണ്ടായിസം എന്ന പേരിൽ അരങ്ങേറിയത് നമ്മൾക്കറിയാം. പോലീസിൻ്റെ നിഷ്ക്രിയത്വം, നടപടിയെടുക്കേണ്ടി വന്നു സർക്കാരിന്. അതേ കൊച്ചിയിൽ ഒരു പെൺകുട്ടി മരിക്കുന്നു. പരാതി നൽകുമ്പോൾ ആ പരാതി പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴും കേരളത്തിലെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് സർക്കാരിൻ്റെ കാലത്തും ഉണ്ടാകാവുന്നൊരു വലിയ അനാസ്ഥയാണ്. ആ അനാസ്ഥ ഇവിടെയും സംഭവിച്ചു. ആ പെൺകുട്ടിയുടെ പിതാവ് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നമ്മൾ അവഗണിക്കേണ്ടതല്ല, സംശയിക്കേണ്ടതല്ല. ഈ നിലയിലൊക്കെ പോലീസ് പോയാൽ, ഇന്ന് അനൂപ് ജേക്കബ് ചോദിച്ച പോലെ ഇതെന്ത് പോലീസാണ് സർ? ഹലോ ശ്രീ എം ആരിഫ്. ഹലോ ശ്രീ ആരിഫ്, കേൾക്കാം? പോയി, സൗണ്ട് പോയി. റൈറ്റ്, ചില സാങ്കേതിക തടസ്സങ്ങളാണ്. ആ ചോദ്യം ശ്രീ ആരിഫ് പോലീസ് പറഞ്ഞോളൂ. ഞാൻ പറയാം. അവസാന ഭാഗം കേട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്നാലും കേട്ടിടത്തോളം വെച്ച് പറയാം. ആരിഫ്, അവസാനത്തതാണ് ചോദ്യം. ഇതെന്ത് പോലീസാണ് സർ? ഉത്കണ്ഠാജനകമായ ഒരു അതെ, ഇങ്ങനെ ഒരു പോലീസ് നമുക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും പരിശോധിച്ചാൽ ആവശ്യമായ നടപടി എടുക്കുകയും ചെയ്യുമെന്ന് ഈ ശരത്ത് തന്നെ നേരത്തെ ഉദാഹരണമായി പറഞ്ഞ കേസിൽ നടപടി എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകത്തില്ല എന്ന് ശ്രീ ശരത്ത് തന്നെ ഉദ്ധരിച്ച ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗവൺമെൻറ് വീഴ്ചകളെ പൊറുക്കുന്ന ഒരു സമീപനമായിരിക്കത്തില്ല എന്ന്. അപ്പോൾ ഇതാണ് പോലീസ്, ഇങ്ങനെയാണ് പോലീസിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നിട്ടും ആ പോലീസിന് അത് മനസ്സിലാകുന്നില്ലല്ലോ. കാരണം ഇതേ കൊച്ചിയിൽ ദിവസങ്ങൾക്കകം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. അങ്ങനെ വന്നാൽ പോലീസിന്റെ തലയ്ക്ക് താളതാമസമില്ലെന്നാണോ വിചാരിക്കേണ്ടത്? സർക്കാർ നടപടി എടുത്തിട്ടും ഇങ്ങനെ പോകൂ എന്നൊരു തണുപ്പൻ സമീപനം, നിങ്ങൾ പോയിട്ട് നാളെ നേരം വെളുത്തു വരൂ എന്ന് പറയുന്ന ഒരു സമീപനം അല്ല, അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്ന് അടിയന്തര പ്രമേയ മധ്യേ ശ്രീ അനൂപ് ജേക്കബ് ഉന്നയിച്ച സന്ദർഭത്തിലാണ് തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു. അതിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ വളരെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞത്. അല്ലാതെ ശ്രീ അനൂപ് ജേക്കബ് കെട്ടിച്ചമച്ചൊരു കഥ പറയുകയാണ്, തലേ ദിവസം വന്നതിന് ശേഷം വന്നിട്ടില്ല എന്നൊന്നും നിഷേധിക്കാനൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായില്ല. അപ്പോൾ ആ ഗൗരവത്തിൽ തന്നെയാണ് പ്രശ്നങ്ങളെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളെ ആരെയും കേരളത്തിന്റെ പൊതുസമൂഹം സംശയിക്കുന്നില്ല. ശ്രീ ആരിഫ്, നിങ്ങളെ ആരെയും കേരളത്തിന്റെ പൊതുസമൂഹം സംശയിക്കുന്നില്ല. പക്ഷെ ഗൗരവമായൊരു കാര്യമുണ്ട്. നമ്മളിത് എത്രാം തീയതിയാണ് സംസാരിക്കുന്നത്? 13-ാം തീയതി സംസാരിക്കുന്നു. സംഭവം ഉണ്ടായത് 5-ാം തീയതി വൈകുന്നേരം പരാതി കൊടുക്കുന്നു, പരാതി പരിഗണിക്കുന്നില്ല.
പിറ്റേന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിൽ 6-ാം തീയതിയിലെ പരാതിയെന്ന് മുഖ്യമന്ത്രി പോലും പറയുന്നു. മുഖ്യമന്ത്രിയെ കൊണ്ട് പോലീസ് അങ്ങനെ പറയിപ്പിക്കുന്നു. ഒരാഴ്ച പിന്നിട്ടിട്ടാണ് നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ നിലയിൽ വൈകി ഓടുന്ന വണ്ടിയാകാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന്. അല്ല, അത് തന്നെയാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അത് തന്നെയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ 13-ാം തീയതി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് കോൾ രജിസ്റ്റർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിവരങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്നു. അവരിലെ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ബന്ധുവിൻ്റെ പേരിലുള്ള കേസുകളും മറ്റും ഇപ്പോൾ എടുക്കുന്നതായിട്ടാണ് വിവരങ്ങൾ കാണുന്നത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ വലിയൊരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ആ അന്വേഷണത്തിൽ തന്നെ എന്തെങ്കിലും പാളിച്ചകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിലെ തന്നെ ഒരു പ്രത്യേക ടീം അന്വേഷിക്കുന്നതിന് നിയോഗിക്കുക എന്നത് മാത്രമാണ് പരിഹാരം കാണാൻ കഴിയുക. വണ്ടി വൈകി ഓടുന്നു എന്ന് പറയാൻ ഇപ്പോൾ കഴിയത്തില്ല. കാരണം കിട്ടിയിടത്തോളം വെച്ചിട്ടുള്ള വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള ആക്ഷേപം വന്നതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയിൽ ആരിഫ് പറഞ്ഞത് വെച്ച് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനോ വിയോജിക്കാനോ ഉണ്ട് എങ്കിൽ ശ്രീ അനൂപ് ജേക്കബ്. ഇതിനകത്ത് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം ക്രൈംബ്രാഞ്ച് എൻക്വയറിയിലേക്ക് വിടുവാന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ അവിടെ വെച്ച് പറഞ്ഞു, ഇതിനകത്ത് നിർണായകമായ സമയങ്ങൾ നഷ്ടപ്പെട്ടു. ആദ്യത്തെ ദിവസങ്ങൾ മണിക്കൂറുകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സമയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ തിരിച്ച് ശേഖരിക്കണമെങ്കിൽ ഒരു പ്രത്യേക ടീം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അംഗീകരിച്ചു. അതിനകത്ത് അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ടീം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ സ്വാഗതം ചെയ്തു. പിന്നീട് ഞങ്ങൾ അവിടെ എതിർത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ വിഷയം തന്നെയാണ്. ഞങ്ങളിന്ന് വാക്കൗട്ട് നടത്തിയതും ആ വിഷയത്തിലേക്കാണ്. പോലീസിൻ്റെ അനാസ്ഥ, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. പോലീസിൻ്റെ അനാസ്ഥയാണ് ഇന്ന് പ്രതിപക്ഷം വീണ്ടും ഉയർത്തിയത്. ഞങ്ങൾ വാക്കൗട്ട് ചെയ്യാൻ ഇടവന്നതും അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഞായറാഴ്ച വൈകിട്ട് പോലീസ് സന്ദർഭത്തിനനുസരിച്ച് ഉണർന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിയെ രക്ഷിക്കുമായിരുന്നില്ലേ എന്നുള്ളതാണ് ഇന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് താല്പര്യപൂർവ്വം ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ ഗവൺമെന്റ് പോലീസ് നയം ഇതാണ് എന്നുണ്ടെങ്കിൽ ആ നയം പോലീസ് തന്നെ അനുസരിക്കുന്നില്ല എന്നുള്ളതല്ലേ കാണേണ്ടത്. വാളയാറിലെ സംഭവങ്ങൾ തൊട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ അനൂപ് ജേക്കബ്, ഞാൻ മടങ്ങി വരാം മറ്റുള്ളവരിലേക്ക് കൂടി. ശ്രീ സുഭാഷ് ബാബു, ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ പ്രശ്നത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, തുടക്കത്തിൽ പലപ്പോഴും പല കാലത്തും പോലീസ് കേട്ടിട്ടുള്ള പഴി തന്നെയാണ് പരാതികളോട് കൃത്യതയോടെയും സമയബന്ധിതമായും പ്രതികരിക്കാതിരിക്കുക. അത്തരമൊരു അനാസ്ഥ അത് ഒരു തരത്തിലും പൊറുക്കാവുന്നതല്ല, അങ്ങേയറ്റത്തെ തെറ്റാണ്. അതിലൂടെ സംഭവിച്ചത് ഒരു പെൺകുട്ടിയുടെ ജീവനാണ്. ഒരന്വേഷണത്തിൻ്റെ ആദ്യ സാധ്യതകളെല്ലാം, തെരച്ചിലിൻ്റെ ആദ്യ സാധ്യതകൾ നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ടി വരുന്നു. രണ്ടാമത്തതാണ്, അന്വേഷണത്തിൽ വിശ്വാസമില്ലായ്മ എന്ന നിലയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുക. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഏതന്വേഷണത്തിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേരള പോലീസ് നേരിടുന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഗൗരവമായ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലും ആകില്ല പലപ്പോഴും. ഈ കേസിലടക്കം അങ്ങനെ വരുന്നു. പക്ഷേ പോലീസ് ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, മൊഴികൾ ഇതെല്ലാം പരിശോധിച്ച്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതെല്ലാം പരിശോധിച്ച് ഇതൊരു മുങ്ങി മരണമാണ്, ആത്മഹത്യയാണെന്ന് വിലയിരുത്തലിലേക്ക് പോകുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോലീസിന് നേരെ മെക്കിട്ട് കയറുന്ന ഒരു പ്രതിഷേധത്തിൻ്റെയും വിശ്വാസമില്ലായ്മയുടെയും ഒരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ടോ? അനാസ്ഥ എന്ന വലിയ ഗുരുതരമായ പിഴവ് പോലീസിൻ്റെ ഭാഗത്തുള്ളപ്പോൾ തന്നെ. ശ്രീ സുഭാഷ് ബാബു. അതെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ഏത് പോലീസ് സ്റ്റേഷനിൽ, അവരുടെ അതിർത്തി അല്ലെങ്കിൽ പോലും ഏത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നോ ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് എന്നുള്ള രീതിയിൽ അവർ നടപടി സ്വീകരിക്കണം. ആ പ്രാഥമിക അന്വേഷണങ്ങളും അതിൻ്റെ വേണ്ട നടപടികളും ഒക്കെ എടുത്തതിന് ശേഷം മറ്റൊരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലാതെ വരുന്ന വ്യക്തികളെ ഓരോ സ്ഥലത്തേക്ക് അടിച്ചോടിക്കുക അല്ലെങ്കിൽ തള്ളിവിടുക എന്നുള്ള സംവിധാനം പോലീസ് നിയമത്തിലില്ല. പോലീസ് ഏത് കേസായാലും ഏത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ടായാലും അവിടെ എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ അവിടെ അല്ല ജൂറിസ്ഡിക്ഷൻ, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ ഒന്നും രണ്ടും അത് കഴിഞ്ഞ് മൂന്നാമത്തെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് SI ഇല്ല, നടപടിയെടുക്കാൻ പറ്റില്ല എന്ന്. ഈ മൂന്നാളും ചെയ്ത് അക്ഷന്തേവമായ തെറ്റാണ്. നിയമം അനുസരിച്ച് തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ പേര് നിർബന്ധമായിട്ട് നടപടി സ്വീകരിക്കാം. ഇനിയും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ സുഭാഷ് ബാബു, ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ അത്രയും പറഞ്ഞതുകൊണ്ടാണ് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കാലതാമസം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കാലതാമസം ഉണ്ടായിട്ടില്ല.
താങ്കൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ കൃത്യമായ കാലതാമസം ഉണ്ടായി, കൃത്യമായ തെറ്റുകൾ പല പോലീസ് ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ആദ്യ ദിവസം, ആദ്യ പരാതിയിൽ, ആദ്യ മണിക്കൂറുകളിൽ നടത്തിയിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ലഭ്യമാക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് സത്യമാകണമെന്നില്ല. പോലീസ് അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹം വിശ്വസിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയമായിട്ട് പറയാൻ തയ്യാറല്ല. പക്ഷേ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ 2 പോലീസ് സ്റ്റേഷനിൽ ഇതേമാതിരി ആ കുട്ടികളുടെ രക്ഷിതാക്കൾ പോയി പരാതി കൊടുത്തിട്ട് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ 100% അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ആ തെറ്റിന്റെ കൂടെ ഇതേ പോലീസ് ആ തെറ്റിന്റെ കൂടെ ശ്രീ സുഭാഷ് ബാബു കേരള പോലീസിന്റെ ഉന്നതങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണല്ലോ. ഏതായാലും ഈ താഴെത്തട്ടിലുള്ള പോലീസുകാരൊന്നുമല്ല വിവരങ്ങൾ ശേഖരിച്ച് മുഖ്യമന്ത്രിയിൽ എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു, തെറ്റായ വിവരങ്ങൾ സഭയിൽ നൽകാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി എന്ന് പറയേണ്ടി വരും. ഈ വന്ന വിവരങ്ങളാകെ നോക്കിയാൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തെറ്റുകളുണ്ടായി, പിഴവുകളുണ്ടായി. പക്ഷെ കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പറയേണ്ടിയും വരുന്നു. അല്ല, അങ്ങനെ നമ്മളിപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് ആ അവരുടെ മാതാപിതാക്കൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ ഇപ്പം സാധ്യമല്ല. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത് പറയിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്ഷാന്തികമായ തെറ്റാണ്. അതിന് അവരുടെ പേര് നടപടിയെടുക്കുന്നതിൽ ഒരു തകരാറുമില്ല. പിന്നെ ഇനി ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ സംഭവിച്ചുവെങ്കിൽ സുഭാഷ് ബാബു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടയാൾ കേരളത്തിന്റെ DGP അല്ലേ? മുഖ്യമന്ത്രിക്ക് ഈ വിവരം ഇങ്ങനെ സഭയിൽ പറയേണ്ടി വരികയും അതിനെ നിരാകരിക്കുന്നു, ഇത് ശരിയല്ല എന്ന് ബന്ധുക്കളും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ DGP അല്ലേ അതിന് സമാധാനം പറയേണ്ടി വരിക? അത് അന്വേഷിച്ച് നോക്കുമ്പം അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അതിന് റിപ്പോർട്ട് DGPയുടെ പേരിലാണ് അവിടെ കൊടുക്കുന്നത്. അദ്ദേഹം അതിന് ഉത്തരവാദി തന്നെയാണ്, സംശയമില്ല. ഇനിയും അതുകൂടാതെ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ, അതായത് അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. FIR-ൻ്റെ ഫോമിൽ എഴുതിയതിന് ശേഷം ആ കുട്ടി രക്ഷിതാക്കളെടുത്താൽ ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറെ 2-3 കാര്യങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചിരിക്കണം. ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ അപ്പോൾ തന്നെ ചെയ്തിരിക്കണം. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. കേരള പോലീസ് ആക്ട് 29 എന്ന് പറയുന്ന സബ്സെക്ഷനിൽ പറയുന്നു, സ്ത്രീകൾ, കുട്ടികൾ, അതേമാതിരിയുള്ള ആളുകൾ 2-3 വിഭാഗം കൂടെ ഉണ്ട്. അവർക്ക് പ്രത്യേക പരിഗണനാർഹമായ മുൻഗണന കൊടുത്തിരിക്കണം. അവരുടെ പേരുള്ള കുറ്റങ്ങളും അവരെ സംബന്ധിച്ചുള്ള പരാതികൾ അതീവ ഗൗരവത്തോടുകൂടി, മുൻഗണനാ പ്രാധാന്യത്തോടുകൂടി, അനുകമ്പാപൂർവമായി അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കുട്ടിയെ കാണാതായി അവിടെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വളരെ സമയം, ഏതാണ്ട് വളരെ അരമണിക്കൂറോ 3/4 മണിക്കൂറിനോ ശേഷമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ കണ്ടുപിടിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും പോലീസ് എടുത്തിരുന്നു എങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ഈ പ്രാരംഭമായ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തി എന്നുള്ളതിന് യാതൊരു സംശയവും ഞാൻ താങ്കളിലേക്ക് മടങ്ങരാം. തനുജയോടും അഭിനോടും അല്പസമയം കൂടി ദയവായി ഞങ്ങളോട് ക്ഷമിക്കുക. വളരെ ഗൗരവമായ നടപടിക്രമങ്ങളിലെ വലിയൊരു പിശക് കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നൊരു തോന്നൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ്. ശ്രീ അനൂപ് ജേക്കബിലേക്ക് വരും മുമ്പ് തന്നെ ശ്രീ ആരിഫ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സാഹചര്യങ്ങൾ ഒന്നും ആവർത്തിക്കേണ്ടതില്ല. പോലീസ് സ്റ്റേഷനുകളിലൂടെ ഇവരെ നടത്തുക, ജൂറിസ്ഡിക്ഷൻ മനസ്സിലാക്കി വരിക എന്ന മട്ടിലേക്കുള്ള സമീപനം, എന്നിട്ട് ഒരാശങ്കയും വേണ്ട, കർശനമായ നടപടി സ്വീകരിക്കുമെന്ന നിലപാടെടുക്കുന്ന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കൊണ്ട് പറഞ്ഞത് വെച്ചാണെങ്കിൽ തെറ്റായ കാര്യങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുക. ഇതേ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ സഭയിൽ പറയിപ്പിക്കുകയാണ്. കാലതാമസം ഉണ്ടാക്കിയിട്ടില്ല, കാലതാമസമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പ്രഥമദൃഷ്ട്യാ മനസ്സിലാക്കാമെങ്കിൽ പോലീസിൻ്റെ നടപടികൾ അങ്ങേയറ്റം തെറ്റാണ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് തെറ്റിദ്ധരിപ്പിക്കാൻ കൂടി ആസൂത്രിതമായി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. പിന്നെ പോയി ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. ആരിഫ് കേൾക്കാം. ഓഫ് ചെയ്തു. അവസാന ഭാഗം പിന്നെയും വിട്ടു പോകുന്നുണ്ട്. എന്തായാലും ഞാൻ പറയാം. അതായത് നിയമസഭയിലെ മറുപടി ശ്രീ ശരത്ത് ശ്രദ്ധിച്ച് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ മറുപടി പറയാൻ കഴിയുന്നത് എന്നിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള മറുപടി മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്,
എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ശ്രീ ആരിഫ്, അതിൽ ഞാൻ നിന്നൊരു ഞാൻ കാര്യം മുഖ്യമന്ത്രിയല്ല വളരെ സംശയിച്ചത്. സുവ്യക്തമാണ്. ഞാൻ സാധാരണ മുഖ്യമന്ത്രിയല്ല ഗതിയിൽ സംശയിച്ചത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ ആ റിപ്പോർട്ടിനെയാണ് നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായി സംശയിച്ചതും ചർച്ച ചെയ്തതും. എനിക്ക് ചോദ്യം, ആ റിപ്പോർട്ട് ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ പോലീസ് സംവിധാനത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ വിവരങ്ങളെ ശേഖരിച്ചെടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു മെക്കാനിസം ഉണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരോടാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് എൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു തരണമെന്ന്. അപ്പോൾ പ്രാഥമികമായി അവർ കൺസേൺഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ്, അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥർക്കായാലും കഴിയുക. എന്നാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സഭയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുണ്ട്. ആ ഉയർന്നു വരുന്നൊരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രീ അനൂപ് ജേക്കബ് ഉയർത്തിക്കാട്ടിയത്. തലേ ദിവസമേ ഇവർ പരാതിയുമായി ചെന്നു, ജൂറിസ്ഡിക്ഷൻ പറഞ്ഞിട്ട് അവരെ പല സ്റ്റേഷനിലേക്ക് അയച്ചു, അതിൻ്റെ ഒടുവിലായിട്ടാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തി അവർക്ക് കൊടുക്കാൻ പറ്റിയത് എന്നുള്ള വിവരം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുതുതായി കിട്ടിയ അറിവാണ്. ഒരു പക്ഷേ DGPക്കും അത് പുതുതായി കിട്ടിയ അറിവായിരിക്കാം. നമുക്കിപ്പോൾ അവരറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ള നിഗമനത്തിലേക്ക്, അവരറിഞ്ഞിട്ടും തെറ്റിദ്ധരിപ്പിച്ചു എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ സുവ്യക്തമായി പറഞ്ഞത്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞോ അറിയാതെയോ വീഴ്ചയുണ്ടെങ്കിൽ അതും കൂടി പരിശോധിക്കട്ടെ. താങ്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണ്? കാരണം ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് താങ്കളാണ് ഈ വിവരങ്ങൾ സഭയ്ക്ക് മുൻപാകെ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി ആരിഫ്, ഞാൻ മടങ്ങി വരാം. ശ്രീ അനൂപ് ജേക്കബ്, അതായത് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്, അതിൽ തന്നെ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നൊരു നിലപാട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അവിടെ വിശദീകരിച്ചോ? ഈ ചർച്ചയിൽ ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു ഒക്കെ അടക്കം പറഞ്ഞത് വെച്ച് നോക്കിയാൽ ആ ബന്ധുക്കളോടും പിതാവിനോടുമൊക്കെ, ആ കുട്ടിയുടെ പിതാവിനോടും ഒക്കെ താങ്കൾ സംസാരിച്ചല്ലോ. വലിയ കാലതാമസം വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലീസ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആദ്യ വിവരങ്ങളാണോ സഭയ്ക്ക് കൈമാറിയത്? തീർച്ചയായിട്ടും പോലീസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഞാനത് അവിടെ വെച്ച് തന്നെ, സഭയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അദ്ദേഹം വായിച്ചതിൽ ആദ്യം പറഞ്ഞത് 6-ാം തീയതി 10 മണിക്കാണ് ഈ പരാതി ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം വായിക്കുകയുണ്ടായി. അദ്ദേഹം വായിക്കുന്നത് രാവിലെ ഞങ്ങൾ 8 മണിക്ക് നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് എടുക്കുന്ന മറുപടിയാണ്. അപ്പോൾ പോലീസിൻ്റെ ആധികാരികമായ മറുപടിയാണിത്, പോലീസ് രേഖാമൂലം കൊടുക്കുന്ന മറുപടിയാണ്. ആ മറുപടിയാണ് മന്ത്രിമാർ വായിക്കുന്നത്. അപ്പോൾ അവിടെ പോലീസ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് പോയത്. 6-ാം തീയതി എന്നുള്ള പരാതി 5-ാം തീയതി ചെന്നു എന്നുള്ളത് അവർ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ വിഷയം എന്നുള്ള സാങ്കേതികമായി ശരിയാണ്. കാരണം 6-ാം തീയതിയാണ് ഇവർ പരാതി വാങ്ങുന്നതും സ്വീകരിക്കുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും FIR ഇടുന്നതും. പക്ഷേ തലേന്ന് ചെന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു, അത് ബോധപൂർവ്വം മറച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം 5-ാം തീയതി വന്നപ്പോൾ നിങ്ങൾ ഇന്നില്ല, SI ഇല്ല, നിങ്ങൾ രാവിലെ വരൂ എന്ന് പറഞ്ഞ് പോലീസ് മടക്കി എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 6-ാം തീയതി എന്നിട്ട് അദ്ദേഹം സാങ്കേതികമായി മുഖ്യമന്ത്രി പറഞ്ഞ് ശരിയാണ്, കാരണം 6-ാം തീയതിയാണ് പരാതി രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അവർ 5-ാം തീയതി വന്നിരുന്നു എന്നുള്ളതും അവരോട് 6-ാം തീയതി വന്ന് നിങ്ങൾ പരാതി തന്നാൽ മതി എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ആ വസ്തുത അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ പോലീസ് മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ കത്ത് കൊടുത്തത്. അതാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ അതത്ര ലളിതമല്ല. ഈ ആരോപിതരായ ഉദ്യോഗസ്ഥരോ പോലീസ് സ്റ്റേഷനുകളോ അവരിൽ നിന്ന് തൊട്ടുമുകളിലേക്ക് വരുന്ന വിവരങ്ങളോ അല്ല. അത് സംസ്ഥാന പോലീസ് മേധാവിയിലൂടെ തന്നെയാണ് മുഖ്യമന്ത്രിയിലേക്ക്, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത്. ആ മുഖ്യമന്ത്രിയെ ഓരോ വാക്കുകളെയും വിശ്വസിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. ഒന്നിനു പുറകെ ഒന്നായി പഴി കേൾക്കുന്ന കേരള പോലീസ് അവരുടെ തെറ്റുകൾ മറച്ചുവെക്കാൻ ഇങ്ങനെ കൂടി പെരുമാറിയാൽ ആരെയാണ് വിശ്വസിക്കുക? അല്ല, അങ്ങനെ നമ്മൾ വിലയിരുത്തരുത്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ശ്രീ അനൂപ് ജേക്കബ് പറഞ്ഞത് വളരെ ക്ലിയർ കട്ടാണ്. അദ്ദേഹം ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ പറഞ്ഞു. അതായത് രാവിലെ 8 മണിക്ക് 8:30 മണിക്കാണ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നത്. അത് LDF ആയാലും UDF ആയാലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നത് അരമണിക്കൂറോ 3/4 മണിക്കൂറോ മുമ്പാണ്. ആ സമയത്ത് അപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ. ബോധപൂർവമായിട്ട് മറച്ചു വെച്ചോ ബോധപൂർവമല്ലാതെ മറച്ചു വെച്ചോ എന്നത് സംബന്ധിച്ച് കൂടി അന്വേഷിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? നമ്മുടെ കയ്യിൽ കിട്ടിയ വിവരങ്ങളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതുതന്നെയാണ് കേസ്. ആരിഫ് പറയുന്നതും ചർച്ചയുടെ ഭാഗമായി നമ്മളിപ്പോൾ സംസാരിക്കുന്നത് രണ്ടാണ്. കയ്യിൽ കിട്ടിയ വിവരങ്ങളായി മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചതിൽ തന്നെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്.
അത് വേറൊരു പ്രശ്നമാണ് ആരിഫ്. അത് അനൂപ് ജേക്കബ് പറഞ്ഞ അതും കൂടി താങ്കൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിലെടുക്കുക. അനൂപ് ജേക്കബ് പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രിയോട് തന്നെ ഞാൻ സഭയിൽ വെച്ചത് പറഞ്ഞു എന്നാണ് അനൂപ് ജേക്കബ് പറഞ്ഞത്. അതെ, മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറയുന്ന സമയത്താണ് ഈ അധിക വിവരങ്ങൾ കിട്ടുന്നത്. അധിക വിവരങ്ങളാണ് തലേ ദിവസം ചെന്നിരുന്നുവെന്നും ജൂറിസ്ഡിക്ഷൻ പറഞ്ഞ് മാറ്റിയെന്നും എന്നൊക്കെ പറയുന്നതാണ് പോലീസിന് അധിക വിവരമല്ലല്ലോ സർ, ഇത് പോലീസിന് അധിക വിവരമല്ല. അതാണ് എന്റെ കേസ്. ശ്രീ ആരിഫ്, അഡ്വക്കേറ്റ് എ എം ആരിഫ്, ഞാൻ അങ്ങനെ വിളിച്ചതുകൊണ്ട് താങ്കൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെ? ഞാൻ പറയുന്നത് പോലീസിന് അറിയാമല്ലോ ഈ വിവരം. ഞങ്ങൾക്കൊരു പിഴവ് പറ്റി ആയതുകൊണ്ടും 13 കൊല്ലക്കാലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള വക്കീലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. പോലീസിന് അറിയാമല്ലോ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്, അത് ഗൗരവമായി ഉയർന്നു വരും. അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണോ 6-ാം തീയതി എന്ന് സ്പെസിഫിക് ആയി തന്നെ മേടിച്ചു തലേ ദിവസത്തെ പരാമർശങ്ങളും സാഹചര്യങ്ങളും എല്ലാം മറച്ചു വെച്ചിട്ട് ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചു കൊടുത്തത്? അതേക്കുറിച്ച് കൂടെ അന്വേഷിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ പറഞ്ഞത് ശ്രീ ശരത്ത്. അതാ ശരത്ത്, ആ ഭാഗം കൂടെ സംഭവിച്ചാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. അതായത് പോലീസ് ഫസ്റ്റ് റിപ്പോർട്ട് എവിടെ നിന്നാണ് ഇത് എടുക്കുന്നത്, ഇത് അന്വേഷിക്കാൻ വരുന്നത്? ഇപ്പം ഞാൻ പറയാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ പോലീസിൽ നിന്നുള്ളാണല്ലോ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇവർ പോയി എന്ന് പറയപ്പെടുന്നത് വേറെ 2 പോലീസ് സ്റ്റേഷനിലാണ്. അവിടെയും പോയിരുന്നു. ആ 2 പോലീസ് സ്റ്റേഷനിൽ ഇവർ പോയോ പോയില്ലയോ എന്നുള്ള വിവരങ്ങൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. നേരത്തെ ശ്രീ സുഭാഷ് ബാബു അത് സൂചിപ്പിച്ചല്ലോ. അറിയണമെന്നില്ല. അവർക്ക് കിട്ടിയ അതല്ല, അത് ശരിയല്ല ശ്രീ ആരിഫ്. എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. ശ്രീ സുഭാഷ് ബാബു, 3 പോലീസ് സ്റ്റേഷനിലെങ്കിലും മിനിമം ഇവരെ നടത്തി എന്ന് പറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ നിൽക്കില്ലേ? അബിൻ വർക്കി ഉണ്ട്. ഞാനൊന്ന് വരാം. അബിൻ വർക്കി, ഇക്കാര്യത്തിൽ 5-ാം തീയതി നടന്നത് എന്താണ്? അതേക്കുറിച്ച് മാത്രം ഞാൻ വരാം. ആരിഫിന് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആരെയും ക്രൂശിക്കാൻ വേണ്ടിയല്ലോ, വസ്തുതകൾ അറിയണമല്ലോ. അബിൻ വർക്കി, ഫസ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ക്രൂശിക്കപ്പെടുന്നില്ലല്ലോ. എന്തിനാ ക്രൂശിക്കപ്പെടുന്നത്? ഇത് പൊളിറ്റിക്കൽ ചർച്ചയൊന്നും അല്ലല്ലോ. അല്ല, ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. അബിൻ വർക്കി, ഇതില് 5-ാം തീയതി വൈകുന്നേരം ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്ന് ഏകദേശം 8 മണിയോടുകൂടിയാണ് ഹോസ്റ്റലിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. അറിയാം. അതിനെ തുടർന്ന് ഏകദേശം 9:30 മണി കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയുടെ മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും സ്റ്റേഷനിലെത്തുകയും അവിടെ പരാതി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴാണ് ശ്രീ അനൂപ് ജേക്കബ് പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് പിറ്റേ ദിവസം കാലത്തെത്തു SI വന്നതിന് ശേഷം നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള സമീപനം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉണ്ടായത്. അതിനെ തുടർന്ന് അവർ പിന്നീട് ഈ അവിടെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും അന്വേഷിച്ചു പോവുകയും തിരിച്ച് ഏകദേശം 6-ാം തീയതി വെളുപ്പിന് 3 മണിയോടുകൂടിയാണ് തിരിച്ച് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഈ പരാതി കൊടുക്കുകയും ഇവർ 5-ാം തീയതി കൊടുത്ത പരാതി തിരുത്തിച്ച് 6-ാം തീയതി ആ പരാതി മാറ്റുകയാണ് ചെയ്തത്. അതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ 5-ാം തീയതി 11 മണിക്ക് ഏകദേശം ഒരു 10 മണിയോട് കൂടി കൊടുത്ത ആ പരാതി അത് 6-ാം തീയതി ഇവർ തിരിച്ച് ഒരു അന്വേഷണം, സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെയും മാതാപിതാക്കളുടെയും വേദന നമ്മൾ മനസ്സിലാക്കണം. അവരാ രാത്രി മുഴുവൻ മെട്രോപൊളിറ്റൻ സിറ്റിയായ കൊച്ചി മുഴുവൻ അരിച്ചുപെറുക്കി നടന്നു. അതിൻ്റെ ഒരു 100-ൽ-1 ആ പോലീസുകാർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവർ പറയുന്ന CCTV ക്യാമറ ദൃശ്യങ്ങളൊന്ന് പരിശോധിച്ചാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇവർ വളരെ അലംഭാവത്തോടുകൂടി പിറ്റേ ദിവസം കാലത്തെ ഏതോ ഒരു സാധാരണ മോഷണ കേസിലെ തൊണ്ടി മുതൽ കണ്ടെത്താൻ വരുന്നവരെ പോലെ ഇവർ പിറ്റേ ദിവസം കാലത്ത് വരൂ എന്നുള്ള വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനം ആ പോലീസ് സ്റ്റേഷനിൽ സ്വീകരിച്ചു. ഇതാണ് അതിന്റെ സാഹചര്യം. ഇത് പോലീസിന്റെ സമീപനവുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉയരുന്ന ഒരു നാട്ടിൽ ഒരു പിടി കേസുകൾ ഉയരുന്നു. അതിലൊക്കെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നിൽക്കെ കയ്യിലെത്തുന്ന പരാതിയോട് പോലും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് ഈ സാഹചര്യത്തിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണോ? കൊച്ചി നഗരത്തിൽ ജീവിക്കുന്നയാളാണ് താങ്കൾ. പകൽ സംഭവിച്ചു, വൈകുന്നേരമായി, അതിനുശേഷം മാതാപിതാക്കൾ പോലീസിൽ എത്തുമ്പോൾ സഹായം ഉണ്ടാകുന്നില്ല. പിറ്റേന്ന് പരാതി എത്തുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ പോലെയാണെങ്കിൽ തീയതി തിരുത്തിച്ച് പരാതി മേടിച്ചു വെക്കുക, എന്നിട്ട് അതാണ് അടിസ്ഥാന പരാതി എന്ന നിലയിൽ നിയമസഭയിൽ അടക്കം എത്തിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് വിശദീകരിപ്പിക്കുക. എവിടേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്?
അല്ല, ശരിക്കും നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവർ വന്നോ ഇല്ലയോ നമുക്ക് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്. അവർ പരാതി കൊടുത്തിരുന്നു, ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരമ്മയുടെ വേദന അറിയണ്ടേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരമ്മ എന്തായാലും വന്ന് വളരെ സാധാരണ ഒരു ശാരീരിക ഭാഷയോടുകൂടി നിൽക്കുക പോലുമില്ല അവിടെ. അങ്ങനെ ഒരു വെപ്രാളപ്പെട്ട് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന ഒരമ്മയെ കാണുമ്പോൾ ഏത് മനുഷ്യർക്കാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കണം? ഇപ്പോൾ ഒന്ന് പോലീസ് പോലും, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ്, ഒരു സാധാരണ മനുഷ്യർ പോലും അവിടെ നിൽക്കുന്നവർ അവരോടൊപ്പം അത് അന്വേഷിക്കാൻ ഇറങ്ങും. അപ്പോൾ അത് ഞങ്ങളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞൊന്നും അല്ലെങ്കിൽ നാളെ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഒരു മനുഷ്യർ പോലും അതിനെതിരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായി അത് അന്വേഷിക്കുകയും അതിനുള്ള നിയമ നടപടികൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത്, പ്രധാനമായിട്ടും തോന്നുന്ന വേറൊരു കാര്യം, ഇതുപോലെ മിഷേൽ പോലെ എന്ത് കാര്യമുണ്ടായാലും പെട്ടെന്ന് കുറേ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത് നമ്മൾ കാണാം. അത് ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും, ഇല്ലെങ്കിൽ മതപരമായിരിക്കും, ഇല്ലെങ്കിൽ സംഘടനാപരമായിരിക്കും, അല്ലെങ്കിൽ ഔദ്യോഗിക ഒരു ജോലി ചെയ്യുന്ന തൊഴിൽ സംബന്ധമായിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകളാണ് എല്ലാത്തിലും ഏറ്റവും കാതലായിട്ടുള്ള ഒരു കേന്ദ്ര ബിന്ദു ഇതിൽ. അത് എങ്ങനെയാണ് ആ പ്രശ്നം, അവളുടെ പ്രശ്നം, അവളുടെ സുരക്ഷ അത് ഉറപ്പുവരുത്താമെന്ന് ചിന്തിക്കുന്നതിന് പകരം പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധിപ്പിച്ച് മറ്റുള്ളവരെ കുറ്റക്കാരാക്കാനുള്ള ഒരു ധൃതി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് മുഖ്യമന്ത്രി ഇത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ പറഞ്ഞതിൽ. അതിനു മുൻപ് വന്ന പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളാണ്. അതിൻ്റെ അർത്ഥം ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല. അതേ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇത് പറയുന്നുണ്ട് ആത്മഹത്യയാണെന്ന്. ആത്മഹത്യ ആണെങ്കിൽ പോലും നമ്മളെല്ലാം ഇതിന് ഉത്തരവാദികളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നേരത്തെ ആരിഫ് അടക്കം ഉന്നയിച്ചത് ഇത് ഒരു തരത്തിലും ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല. ഇത്തരം അലംഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യ നിലപാടോടുകൂടി തന്നെയാണ് ഈ സമീപനത്തെ ചോദ്യം ചെയ്തതും. അതിൻ്റെ പ്രധാനപ്പെട്ട ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊരു പ്രശ്നം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. വലിയ പരാതി ആ ബന്ധുക്കൾക്കുണ്ട്. ശ്രീ അനൂപ് ജേക്കബ്, ഒരു കാര്യം കൂടി, ഇക്കാര്യത്തിൽ സഭയിലടക്കം ഒരു അടിയന്തര പ്രമേയവും സർക്കാരിനെ രാഷ്ട്രീയമായി കുരിശിലേറ്റാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ താല്പര്യം പ്രതിപക്ഷത്തിൻ്റെത് എല്ലാ കാലത്തും എല്ലാ വിഷയത്തിലും ഉണ്ടാകാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട പോരായ്മ എവിടെയാണ്? ആരാണ് ഇതിന് ഉത്തരവാദി? പോലീസിന് ഈ തരത്തിൽ വീഴ്ചയുണ്ട് എങ്കിൽ ആരിലൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ചുമത്തപ്പെടേണ്ടത്? അതിലേക്ക് പോകാനുള്ളൊരു ബാധ്യതയും ഉത്തരവാദിത്വവും പ്രതിപക്ഷം കാട്ടുമോ? ഞങ്ങൾ ഇതിന് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായി ഈ ഒരു വിഷയത്തെ ടേക്കപ്പ് ചെയ്തു പോകാമെന്ന് UDF ആഗ്രഹിച്ചിട്ടില്ല. ഒരു സാമൂഹ്യമായൊരു വിഷയമായിട്ടാണ് മുന്നണി കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് പോലീസിനുണ്ടായിരിക്കുന്ന അലംഭാവമാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്നൊരു തീരുമാനം ഞങ്ങൾ ഇന്നലെ രാത്രി എടുത്തത്. കാരണം ഈ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ പോലീസുകാർ പരാതി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അവിടെ വലിയൊരു അലംഭാവം പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വലിയൊരു വീഴ്ച സംഭവിച്ചു. അതാണ് പെട്ടെന്ന് ഞങ്ങളിത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചതും അത് ഇന്ന് രാവിലെ അടിയന്തര പ്രമേയം ഞങ്ങൾ കൊണ്ടുവന്നതും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് പോലീസിൻ്റെ ആരുടെ ഭാഗത്ത് വീഴ്ച, ആര് ഇത് തിരുത്തണം എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച വരുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് വീഴ്ചകൾ വരും, തുടരെ വീഴ്ചകൾ. ഇത് ഒരു ഇൻസ്റ്റൻസ് അല്ലല്ലോ. ഞാൻ വാളയാറിലെ സംഭവം നേരത്തെ പറഞ്ഞു, ഞാൻ ആ സമയത്തിൻ്റെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ആവർത്തനം ധാരാളം, ഒരുപാട് ഇഷ്യൂസ്. അപ്പോൾ ഇത്തരത്തിൽ ഇഷ്യൂസ് വരുമ്പോൾ പോലീസ് ഒരേ രീതിയിൽ നിൽക്കുന്നു, പോലീസിൻ്റെ ആറ്റിറ്റ്യൂഡ്സിൽ മാറ്റം വരുന്നില്ല. ഇവിടെ വേണ്ടത് തിരുത്തലുകളാണ്. പോലീസിൻ്റെ നയം, ഗവൺമെൻറ് നയം ഇതാണ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നയം അനുസരിക്കാൻ, സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ് സർക്കാരിൻ്റെ നയമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് നിയമസഭയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അതാണ് ഗവൺമെൻറ് നയമെങ്കിൽ ആ നയം പോലീസ് നടപ്പിലാക്കണം. ശ്രീ അനൂപ് ജേക്കബ്, നിങ്ങളുടെ ഭരണകാലത്തടക്കം ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായ പാളിച്ച ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പറയുന്നതെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അതല്ല, ഭരണം മാറി ഇന്ന് പ്രതിപക്ഷത്താണ് എന്നതുകൊണ്ട് എല്ലാം മറന്ന് ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ, ഞാനതാണ് മുമ്പ് ഉദ്ദേശിച്ചത്. ജിഷ അടക്കമുള്ള കേസുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അന്നുണ്ടായ അതേ പ്രാഥമിക വീഴ്ചകളും ആക്ഷേപങ്ങളും തന്നെയാണ് പോലീസ് ഇപ്പോഴും തുടരുന്നത്. ഭരണം മാറിയിട്ടും പോലീസിന് മാറ്റമില്ല എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അതിനെയാണ് സമീപിക്കേണ്ടത്, രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലിനപ്പുറം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ഈ വിഷയം ഒരു ടേക്കപ്പ് ചെയ്ത എന്നൊരു അടിയന്തര പ്രമേയം വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു.
ഇതിനകത്ത് ഈ പോലീസിന്റെ ഭാഗത്തുള്ള അനാസ്ഥയാണ് ഞങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടി പ്രധാനമായിട്ടും വന്നത്. അതിൻ്റെ ആ അനാസ്ഥ ഇതിന്റെ ദുരൂഹതകളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഇതൊരു ഈ ദുരൂഹത മാറ്റാനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. അവിടെയാണ് ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങൾ വന്നത്. ഇവിടെ ഞങ്ങളിപ്പോൾ പോലീസ് ഏത് സമയത്തും UDF ഭരിക്കുന്ന സമയത്ത് LDF ഭരിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കണമെന്നുള്ളതാണ്. പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിരിക്കും ഇപ്പൊ ജനുവരി മാസത്തിൽ മാത്രം 150 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് വന്നു കേരളത്തിൽ. ഒരുപാട് വിഷയങ്ങൾ തുടർച്ച വരുന്നു. ജിഷയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ജിഷയുടെ കാര്യം തെരഞ്ഞെടുപ്പിൽ അജണ്ടയാക്കിയത് ആരാ? ഇവിടെ ഇടതുപക്ഷമല്ലേ? അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾക്കും അടക്കം ഇപ്പോഴും ചർച്ചയിൽ വരുമ്പോൾ അനൂപ് ജേക്കബ് എങ്ങനെയാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം എന്ന നിലയിൽ മാത്രം അതിനെ കാണുന്നത്? ഞാൻ പറഞ്ഞതാണ്, ആ മനോഭാവത്തിൽ നിന്നാണ് പുറത്തു വരേണ്ടത്. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമോ ഒരു രാഷ്ട്രീയ പ്രശ്നമോ അല്ല. താങ്കൾ പറഞ്ഞല്ലേ സാമൂഹ്യ പ്രശ്നമാണെന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥതയോടെ ഇടപെടാനാവണം. അല്ല, ഞാൻ അതാ പറയാം, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ പോയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു വന്ന ചോദ്യം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പോകുന്ന സമീപനം UDFനില്ല. ഇതിന് മുമ്പുണ്ടായ സംഭവങ്ങളെ പൊളിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഇടതുപക്ഷമാണ്. ഞാൻ ഇതിപ്പോ ഇങ്ങനെ ചോദ്യം വന്നുകൊണ്ടാണ് ഈ ഒരു മറുപടിയിലേക്ക് ഞാൻ പോയത്. ഞാൻ അത്തരത്തിലുള്ള മറുപടി പറയാൻ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പൊ മിഷേൽ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആത്മഹത്യ എന്ന് പോലീസ് എഴുതി തള്ളുമ്പോൾ അതല്ല എന്നത്, അതിന്റെ പിന്നെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായി. മറ്റു ചില തിരക്കുകളും അതുകൊണ്ട് ഇടയിൽ ഈ ചർച്ചയിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണമെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞിരുന്നത് കൊണ്ടും താങ്കൾ ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്നത് താങ്കളുടെ കൂടി അറിവിലേക്ക്. നന്ദി ശ്രീ അനൂപ് ജേക്കബ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആരിഫിലേക്കും തനുജ ഭട്ടതിരിലേക്കും അബിറിലേക്കും ശ്രീ സുഭാഷ് ബാബുവിലേക്കും വേഗം മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ നിലവിലെ അന്വേഷണ സംഘം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു കൃത്യമായ നിഗമനത്തിലേക്ക് പോവുകയാണ്. അത് മുമ്പ് ഇതിനോടകം തന്നെ നമ്മുടെ മുമ്പിൽ അതിൻ്റെ വിവരങ്ങൾ വന്നു. താങ്കളുടെ മുമ്പിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ, നമ്മൾക്ക് അറിവായ കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ബന്ധുക്കൾ ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണ്. ഇതൊരു ആത്മഹത്യയല്ല, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലായി ഉള്ള കുട്ടിയായിരുന്നില്ല എന്ന് ബന്ധുക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. പകരം ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന വിശ്വാസത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ശ്രീ സുഭാഷ് ബാബു. അല്ല, ഇത് ഒരു ലോക്കൽ പോലീസ് ഇത് അന്വേഷിച്ചതിനകത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ കാണാതായത് മുതൽ ഈ കുട്ടി ഈ ഗോശ്രീ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ കണ്ട ആ കുട്ടിയുടെ യാത്രാവേളയിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകതകൾ, അത് കണ്ട സാക്ഷികളെയൊക്കെ ചോദിച്ചതിന് ശേഷം ചാടിയ സമയം ഏകദേശം അവർക്ക് ഫിക്സ് ചെയ്യാം. അത് ആ ഫിക്സ് ചെയ്തതിൻ്റെ ഇടയിൽ പോലീസിൻ്റെ അനാസ്ഥകളുണ്ടായിരുന്നെങ്കിൽ അതും അന്വേഷണത്തിലൂടെ വളരെ വ്യക്തമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ താഴേക്ക് വീഴുന്ന ആ സമയത്തിനുള്ളിൽ പോലീസ് ജാഗരൂകരായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതൊരു വീഴ്ചയായിട്ട് കണക്കാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കുട്ടിയുടെ ശവശരീരം കണ്ടതിന് ശേഷം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കടന്നു. ആ പോസ്റ്റ്മോർട്ടത്തിലെ ഇൻക്വസ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ഉപ്പുവെള്ളമാണെങ്കിലും മറ്റേ വെള്ളമാണെങ്കിലും അതിനകത്ത് വരുന്ന സാധനങ്ങൾ, അതുകൊണ്ട് ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ശ്വാസകോശത്തിലൊക്കെ ചെന്നിരിക്കുന്ന ആമാശയത്തിലൊക്കെ ചെന്നിരിക്കുന്ന വെള്ളം എടുത്ത് പരിശോധിച്ച് നോക്കിയതിന് ഡയാറ്റം ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം അത് അവിടെ നിന്ന് തന്നെയുള്ള വെള്ളമാണോ എന്ന് മനസ്സിലാക്കാം. പിന്നെ ആ കുട്ടിയുടെ ശരീരത്തുണ്ടായിരുന്ന പരിക്കുകളും ഒക്കെ ഇതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് അത് ബലം പ്രയോഗിച്ചുള്ള ഒരു പിന്നെ തള്ളലോ അല്ലെങ്കിൽ മറ്റേര് പിടിച്ചിടലോ സംബന്ധിച്ചിട്ടുള്ളൊരു ആത്മഹത്യയാണോ അതല്ലെങ്കിൽ കൊന്നതിന് ശേഷം കൊണ്ടിട്ടാണോ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ടായിരിക്കും പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഈ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ്, മെസ്സേജ് ഡീറ്റെയിൽസൊക്കെ ഈ 6 ദിവസവും താമസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ഗൗരവമുള്ളൊരു കേസാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ അവർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കാലതാമസം വന്നതിനനുസരിച്ച് സമാധാനം പറയേണ്ടി വരും. അത് തന്നെയല്ല, അതിനുശേഷം ഇങ്ങനെ ഒരു കാമുകനുണ്ടായിരുന്നു. ആ കാമുകനും ഈ കുട്ടിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ആ കാരണം ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് എത്തുന്ന അത്ര ഗൗരവമുള്ള സ്ഥിതിവിശേഷം അതിനകത്ത് സംജാതമായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ ഇതിന് നമുക്കൊരു സ്ഥിരീകരണം ഉണ്ടാവുള്ളൂ. അതേ സംശയം അതുവരെ ബാക്കി നിൽക്കും.
ഇനിയും പുതുതായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണെങ്കിൽ ആ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസിൻ്റെ അന്വേഷണം അവർ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ഓരോ കാര്യങ്ങളും, അതായത് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പുതിയതായിട്ട് ഫ്രഷ് ഇൻവെസ്റ്റിഗേഷനാണ്. അതായത് പുതിയതായിട്ട് ഞാൻ എങ്ങനെ ഈ കേസിനെ അന്വേഷണം നടത്തുന്നു, അതേ മുഴുവൻ നടപടിക്രമങ്ങളും സ്വീകരിച്ച് മറ്റവരുടെ കേസ് ഡയറിയെ അല്ല അവരെഴുതപ്പെട്ട രേഖകളെ ഒന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായി അന്വേഷിച്ചതിന് ശേഷം ഒരു നിഗമനത്തിലെത്തണം. അതാണ് പുതിയ അന്വേഷണം ഏജൻസി വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന അവസരത്തിൽ മറ്റ് ഏജൻസി ആരെങ്കിലും അന്വേഷിച്ച വ്യക്തികൾ അന്വേഷിച്ചിട്ടുണ്ട്, അതിനകത്തുള്ള വീഴ്ചകൾ ഉൾപ്പെടെ ഒരു റിപ്പോർട്ട് വിശദമായിട്ട് അവരുടെ സീനിയർ ഉദ്യോഗസ്ഥന് കൊടുക്കണം. അതുകൊണ്ട് ഇതിനകത്തിലെ വ്യക്തത ഉണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് കണക്കാക്കണ്ട. ഇതെന്തായാലും ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ. അബിൻ വർക്കി, ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു വളരെ വ്യക്തമായി തന്നെ ഇതുവരെ ഉണ്ടായ അന്വേഷണം ഇനി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്താൽ സംഭവിക്കാൻ പോകുന്നത്, അതിലൊക്കെ വളരെ കൃത്യമായ അതിനുള്ളൊരു ശേഷിയുള്ളത് തന്നെയാണ് നമ്മുടെ പോലീസ്, സംശയം വേണ്ട. ഇക്കാര്യത്തിൽ ഒരു കൊലപാതകമാണ് എന്നൊക്കെ ആരോപിക്കാൻ പാകത്തിന് കൃത്യമായ സംശയങ്ങൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ രൂപപ്പെടുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇപ്പോൾ അനാസ്ഥ ഗുരുതരമായ വീഴ്ചയാണ്, അത് പ്രത്യേകമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തു. അതേക്കുറിച്ച് നടപടി ഉണ്ടാകണം. ഒരു തരത്തിലുമുള്ളൊരു കോംപ്രമൈസ് അതിൽ സംഭവിക്കാൻ പാടില്ല. ഗുരുതരമായ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു ആത്മഹത്യ അല്ല, ഇതൊരു കൊലപാതകമാണ് എന്നൊരു വലിയ ബോധ്യത്തിൽ നിങ്ങളൊക്കെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അതിനടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാവണ്ടേ? ആ നിലയ്ക്ക് എന്താണ് തോന്നുന്നത്? ശ്രീ ശരത്, ആദ്യം താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പോലീസ് ഏറ്റവും ആദ്യം തന്നെ ഇപ്പോൾ പൂർണ്ണ നിഗമനത്തിൽ ആത്മഹത്യ എന്ന് എത്തുന്നതിന് വളരെ മുമ്പ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇത് ആത്മഹത്യ എന്ന മുൻവിധിയോടുകൂടിയാണ് പോലീസ് ഈ കേസിനെ സമീപിച്ചത്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഗോശ്രീ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ എടുത്ത് ചാടി ആത്മഹത്യ ചെയ്താൽ അവർ തോപ്പുംപൊടിയിൽ വരുമ്പോഴേക്കും അവരുടെ ദേഹത്തിൽ, എറണാകുളത്തെ ആ കായലോരവുമായിട്ട് ബന്ധപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ പ്രാദേശിക ആളുകളുമായി നമ്മൾ ഇടപഴകിയെന്നാണ് അവർ പറഞ്ഞത്. ഈ തീർച്ചയായിട്ടും ഈ കായലിലുള്ള മീനുകൾ അതുപോലെ ഞണ്ടുകൾ ബോഡി വളരെ വികൃതമായിരിക്കും. ഈ കുട്ടിയുടെ ബോഡി കിട്ടുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത് കേവലം 2-3 മണിക്കൂറിൻ്റെ ഒരു പഴക്കം മാത്രമാണ് ആ ബോഡിക്ക് ഉണ്ടായിരുന്നതെന്നാണ്. മറ്റ് പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും തന്നെ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ വയറ് വീർത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ഒരു ബോഡി വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കുടിച്ച് വയറ് വീർക്കുക സ്വാഭാവികമാണ്. ഇങ്ങനെ ഒന്നും തന്നെ ആ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ശ്രീ ഈ മിഷേൽ ഷാജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എലഞ്ഞി സെൻറ്റ് ഫിലോമിന സ്കൂളിൽ 1 വർഷമാണ് അവിടെയൊക്കെ ചെയർപേഴ്സൺ സ്ഥാനത്തായിട്ട് ഒരാളെ നിർത്തുന്നത്. ഈ കുട്ടിയുടെ മിടുക്ക്, നല്ല പഠിത്തം, 10ാം ക്ലാസ്സിലെല്ലാം A+ മേടിച്ച കുട്ടി അവരെ 2 കൊല്ലം തുടർച്ചയായിട്ട് ചെയർപേഴ്സൺ ആക്കി. അതുപോലെ തന്നെ സ്വന്തമായ പരിശ്രമത്തിൽ CA എഴുതിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോയത്. ശ്രീ ഷാജി വർഗീസുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർ ഈ ആത്മഹത്യയുടെ കഥ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ, ഇങ്ങനെ ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബമായിട്ട് ഇത് പങ്കുവയ്ക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ അന്ന് 5:50 അവിടുത്തെ CCTV ഫൂട്ടേജ് കിട്ടിയതിന് ശേഷം ഈ കുട്ടി എങ്ങോട്ട് പോയെന്നറിഞ്ഞില്ല. പോലീസും ഇപ്പോഴും പറയുന്നില്ല. ആ കുട്ടിയുടെ കയ്യിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ചിത്രത്തിൽ തന്നെ ബാഗും മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോണും ബാഗും എവിടെയാണെന്നുള്ളതിനെ പറ്റി ഇന്നും പോലീസ് പറയുന്നില്ല. ഇതൊക്കെ തന്നെ വളരെ സംശയാസ്പദമായ സാഹചര്യത്തിലായിട്ടാണ് നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പോലീസ് വളരെ അനാസ്ഥയാണെന്ന് കുടുംബക്കാരടക്കം പറഞ്ഞപ്പോഴാണ് ജസ്റ്റിസ് ഫോർ മിഷേൽ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ക്യാമ്പയിനുമായി ഞങ്ങളൊക്കെ മുന്നോട്ട് വന്നത്. തീർച്ചയായും വളരെ ശക്തമായി ഈ കേസിൽ ഒരു ദുരൂഹ മരണം തെളിയപ്പെടേണ്ടതാണ്. ദുരൂഹത എന്താണ് എന്ന് നീങ്ങേണ്ടതാണ്. കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ വളരെ ഗൗരവതരമായ ന്യായങ്ങൾ ഉണ്ട് എന്നാണ് അബിൻ ഇപ്പോൾ വിശദീകരിച്ചത്. ഇപ്പോൾ തനുജ, ഒരു കാര്യം താങ്കളുടെ അവസാനമായി, ഈ നിലയിലൊക്കെ നിൽക്കുന്നു ഒരുപാട് സംശയങ്ങൾ. വേഗം ആത്മഹത്യ ആണെങ്കിൽ തന്നെ എങ്ങനെ ആത്മഹത്യ ചെയ്തു, എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതും കൂടെ ഇവിടെ ഉത്തരം വരേണ്ടതാണ്. ഈ പറയുന്ന പയ്യൻ ചെന്നൈയിലായിരുന്നു. അതിലേക്ക് പോകുന്നില്ല. അബിൻ വേറൊന്നും കൊണ്ടല്ല, സമയം. ശ്രീമതി തനുജ, ഇക്കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. ക്രൈംബ്രാഞ്ചിന്റെ ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം പല നിലയ്ക്കും പൊരുത്തപ്പെടുന്നതല്ല എന്ന് തനുജയ്ക്കും തോന്നുന്നുണ്ടോ ഇവർ ഈ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ?
തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 4 മണിക്കൂർ പോലും വെള്ളത്തിൽ കിടന്നിട്ടില്ലാത്ത തരം ശരീരമായിരുന്നു ആ കുട്ടിയുടേതെന്ന് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 5-ാം തീയതി രാത്രി എവിടെയായിരുന്നു ഈ കുട്ടി? നമുക്ക് 100 ചോദ്യങ്ങളുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാ അമ്മമാരും എല്ലാ സ്ത്രീകളും ചോദിക്കുന്ന 100 ചോദ്യങ്ങളുണ്ട്. ഈ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ് ഇതിനുള്ള ഒരു ബാക്കി ഇതിൻ്റെ ഒരു തുടരന്വേഷണം നടക്കുമ്പോഴും ഞങ്ങൾക്കെല്ലാം ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വളരെ അടിയന്തരമായി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾക്ക് കടിഞ്ഞാട് ഇടാൻ വേണ്ടി ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി ഇതിനെതിരെ എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതാണ് അടുത്തതായി ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഓരോ പേര് പറഞ്ഞ് നമ്മളിങ്ങനെ ചർച്ചകൾ എത്രയോ നാളായി ഇവിടെ നടക്കുന്നു. ചർച്ചകൾ നടന്നിട്ട് അടുത്ത ഒരു ദിവസം വേറൊരു പെൺകുട്ടിയുടെ പേരുമായി വീണ്ടും നമ്മൾ ചർച്ചയ്ക്കിരിക്കുകയാണ്. അത് ഇനി ഇവിടെ നടത്താൻ പറ്റില്ല. ഇനി ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാവാതിരിക്കാൻ, അങ്ങനെ ഒരു അപകടം ഒരു കുട്ടിക്കും വരാതിരിക്കാൻ, ഒരു വീട്ടിലും ഇത്തരം കരച്ചിൽ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പെട്ടെന്ന് തീരുമാനിച്ച് അതിനു വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തന സജ്ജരാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ എ ആരിഫ് MLA, അവസാനമായി ഈ സാഹചര്യത്തിൽ ഇത്തരം സംശയങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒക്കെ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ സഭയിൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ ഇതൊരു ആത്മഹത്യയാണ്, കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു എന്ന നിലയിലൊക്കെ, മാത്രവുമല്ല വീഴ്ച ആ അന്വേഷണ പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിച്ചു എന്നിരിക്കെ അതടക്കം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതിന് ശേഷവും ഇപ്പോഴത്തെ അന്വേഷണ സംഘം ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്, അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും മുമ്പ് തന്നെ ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് അത്രമേൽ ഉചിതമായ ഒരു നടപടിയാണോ? അല്ല ശ്രീ ശരത്ത്, നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലോ, എവിഡൻസിൻ്റെ സപ്രഷൻ ഉണ്ടോ, അതുപോലെ തന്നെ ഈ അന്വേഷണ ഏജൻസി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ അന്വേഷണം നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശ്രീ അബിൻ പറഞ്ഞിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ ADGP ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയായിട്ടാണ് നമ്മുടെ ചാനലുകളെല്ലാം എഴുതി കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വളരെ ഗൗരവത്തോടുകൂടി ADGP ലെവലിലുള്ള റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ ഗൗരവമായി തന്നെ ഗവൺമെൻറ് കണ്ടിട്ടുണ്ട്. അപ്പം ഒരു നിഗമനത്തിൽ നിങ്ങളിപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് എല്ലാ അന്വേഷണവും നിർത്തിവെക്ക്, പുതിയ ഏജൻസി വന്നതിന് ശേഷം അന്വേഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നിർത്തിവെപ്പിച്ചതിനെ കുറിച്ചായിരിക്കും ഇവിടുത്തെ ചർച്ച നടക്കാൻ പോകുന്നത്. അപ്പോൾ അന്വേഷണം ഏജൻസി ഇപ്പം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ആദ്യ പ്രാഥമിക നിഗമനങ്ങളിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണമാണ് തുടരുന്നത്. അതിനകത്ത് മനഃപൂർവ്വമായ വീഴ്ചകളോ പാളിച്ചകളോ വന്നിട്ടുണ്ടെന്ന് എത്രയോ തവണ മുൻകാലങ്ങളിലൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പൊളിറ്റിക്കൽ ചർച്ചയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോയിരുന്നില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ഇട്ടേച്ചാണ് ശ്രീ അനൂപ് ജേക്കബ് പൊക്കളഞ്ഞത്. ഈ ജനുവരിക്ക് ശേഷം ഏതാണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പീഡനങ്ങളുടെ എണ്ണം വളരെ വല്ലാതെ കൂടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പോയിന്റ് പറഞ്ഞേച്ചാൽ പോയത്. അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അത് ശരിയാവില്ല. നമ്മളിപ്പോൾ LDF ഗവൺമെൻറ് കാലത്തോ UDF ഗവൺമെൻറ് കാലത്തോ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ ഗവൺമെൻറ്റിൻ്റെ വീഴ്ച കൊണ്ടും ഗവൺമെൻറ് ചെയ്യിക്കുന്നതാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ശ്രീ സനൂജ പറഞ്ഞ വളരെ കറക്റ്റാണ്. വളരെ സജീവമായ ഞാൻ പറയട്ടെ, എണ്ണം പറയാതെ പോകാം, എന്നെ പറയാൻ അനുവദിക്കണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ വന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഒരു മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. 16/2/2016 അന്നത്തെ MLA ശ്രീ ചന്ദ്രശേഖരൻ, അതായത് ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം സംസ്ഥാനത്താകെ എത്ര സ്ത്രീ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? വർഷം ജില്ല തിരിച്ച് കണക്കാക്കൽ വ്യക്തമാക്കുമോ? ഈ സർക്കാർ അധികാരമേറ്റ ശേഷം സംസ്ഥാനത്താകെ 61,867 സ്ത്രീ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 51,270 കേസുകളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 70,458, ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 1,563. ഇതൊന്നും രാഷ്ട്രീയമായ ചർച്ചയാണെങ്കിൽ ഇതൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ രാഷ്ട്രീയ ചർച്ച അല്ലാത്തതുകൊണ്ട് ഞാനതും പറയാൻ പോയില്ല. പക്ഷേ ശ്രീ അനൂപ് ജേക്കബ് ഒരു കണക്ക് പറഞ്ഞിട്ടും പോയപ്പോൾ
മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ശ്രീമതി സനൂജ പറഞ്ഞതാണ് കറക്റ്റ്. നമുക്ക് സമൂഹത്തിൽ വലിയ തോതിൽ ഇടപെടലിൻ്റെ സമയം സമാഗതമായിരിക്കുന്നു. എല്ലാ തരങ്ങളിലുമുള്ള ഇടപെടലുകളാണ് ഇക്കാര്യത്തിൽ ആവശ്യമായി വന്നിട്ടുള്ളതെന്നാണ് ഇത് ആവർത്തിച്ചുള്ള ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ ശ്രീ അബിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ്. അതിനു മുമ്പ് നമ്മൾ ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും കൂടി ചേർന്ന് അതിലൊരു നിഗമനത്തിലേക്ക് എത്തുകയല്ല. പക്ഷേ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വലിയ ആശങ്കകൾ ഉയരുമ്പോഴാണ് ശ്രീ ആരിഫ് ഇത്തരത്തിലേക്ക് ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്, പോലീസ് വിമർശിക്കപ്പെടുന്നത്, പോലീസിന്റെ നടപടികളിൽ വലിയ പ്രതിഷേധവും വിമർശനവും ഉയരുന്നത്. അതൊരു സർക്കാരിന് കാണാതെ പോകാവുന്നതല്ല. ആ ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകുന്നത്. അതിനനുസരിച്ചുള്ള നടപടികളാണ് കേരളം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി എം ആരിഫ്, ഒപ്പം തന്നെ ശ്രീ സുഭാഷ് ബാബു, അബിൻ വർക്കി, തനുജ ഭട്ടതിരി, ഒപ്പം തന്നെ അനൂപ് ജേക്കബ് ഞങ്ങളോട് സഹകരിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. പ്രൈം ഡിബേറ്റിൽ വേഗത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ വാർത്ത കൂടി വന്നിരിക്കുന്നു. JNUവിലെ ദളിത് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഗവേഷണ വിദ്യാർത്ഥി മുത്തുകൃഷ്ണനെയാണ് സുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകുന്നതിനായി ഇപ്പോൾ M ഉണ്ണികൃഷ്ണൻ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ഉണ്ണി, എന്താണ് ഈ സംഭവത്തിൻ്റെ വിവരങ്ങൾ? ശരത്, ഹൈദരാബാദ് സർവകലാശാലയിൽ രോഹിത് വെമുലയുടെ ആത്മഹത്യ നടന്ന 1 വർഷം പിന്നിടുന്നതിനിടെയാണ് JNUവിൽ നിന്ന് ഇതുമായി സാദൃശ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. JNUവിൽ ഗവേഷണ വിദ്യാർത്ഥിയായ സേലം സ്വദേശി മുത്തുകൃഷ്ണൻ ജീവനാഥമാണ് ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കൾ താമസിക്കുന്ന മുനീർക്ക വിഹാറിലുള്ള വസതിയിൽ ഇന്ന് വൈകിട്ടോടെ എത്തിയതായിരുന്നു ദളിത് വിദ്യാർത്ഥിയായ മുത്തുകൃഷ്ണൻ ജീവനാഥം. 25 വയസ്സുണ്ടായിരുന്നു. ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ MPhil വിദ്യാർത്ഥിയായ മുത്തുകൃഷ്ണത്തിന് ഇന്ന് വിദ്യാർത്ഥികൾ താമസിക്കുന്ന മുനീർക്ക വിഹാറിലെ സ്ഥലത്തെത്തിയ ശേഷം ഒറ്റയ്ക്ക് തനിക്ക് മാറണം എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ വാതിലടച്ച് നിൽക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥി. അതിനുശേഷമാണ് പിന്നീട് വിദ്യാർത്ഥികൾ തിരിച്ചെത്തിയപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയും വാതിൽ തുറന്നു നോക്കിയപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ ഈ വിദ്യാർത്ഥിയെ കാണുകയും ചെയ്തത്. മരണത്തിന് 2-3 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ പ്രവേശനത്തിൽ നടക്കുന്ന വിവേചനത്തെക്കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ ഇദ്ദേഹം പോസ്റ്റ് എഴുതിയിരുന്നു. അതിൽ വ്യക്തമാക്കിയിരുന്നത് MPhil പ്രവേശനത്തിനകത്ത് അടക്കം ദളിത് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തപ്പെടുകയാണ്. വൈവാവോസയിലും മറ്റും ദളിത് വിദ്യാർത്ഥികൾക്ക് യോഗ്യതയുണ്ടായിട്ടും അവർ അവഗണിക്കപ്പെടുകയാണ് എന്ന തരത്തിലുള്ള പോസ്റ്റാണ് ഈ ഫേസ്ബുക്കിൽ ഈ വിദ്യാർത്ഥി എഴുതിയിരുന്നത്. ഈ ആത്മഹത്യക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ ഇതിനകം ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രതികരിച്ചിട്ടുള്ളത്. നേരത്തെ ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു മുത്തുകൃഷ്ണൻ. ഏതായാലും ഈ സംഭവത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ശരത്, ശരി ഉണ്ണി, ഏതായാലും വളരെ ഗൗരവമായ നിലയിൽ സജീവമായ പ്രതികരണങ്ങളും നടപടികളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരാൻ ഇടയുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ M ഉണ്ണികൃഷ്ണൻ ദില്ലിയിൽ നിന്ന് സൂചിപ്പിച്ചത്. JNUവിൽ ദളിത് ഗവേഷക വിദ്യാർത്ഥിയാണ് തൂങ്ങി മരിച്ചത്. നിലവിലെ വ്യവസ്ഥയ്ക്കെതിരെ, JNUവിലെ നടപടികൾക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം രേഖപ്പെടുത്തിയ ഒരു വിദ്യാർത്ഥിയുടെ മരണം എന്ന നിലയിലാണ് അതിന് ആ ആത്മഹത്യ എന്നത് കൂടുതൽ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് ഇടയാകുന്നത്. അതിൻ്റെ ആദ്യ വിവരങ്ങളാണ് M ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ നൽകിയത്. പ്രൈം ഡിബേറ്റിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മിഷേൽ ഷാജിയുടെ മരണം, അകന്ന ബന്ധു അറസ്റ്റിലായത് പിറവം സ്വദേശി ക്രോണിൻ അലക്സാണ്ടർ ബേബി. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷം. പിറവത്ത് നാളെ ഹർത്താൽ. JNUവിലെ ദളിത് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ഗവേഷണ വിദ്യാർത്ഥി മുത്തുകൃഷ്ണൻ. ആത്മഹത്യ JNU പ്രവേശനത്തിൽ തുല്യതയില്ലെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ശേഷം. കണക്കിന്റെ കളിയിൽ കരുനീക്കം കൃത്യതയോടെ. മണിപ്പൂരിലും BJP അധികാരത്തിലേക്ക്. ഇബോബി സിംഗ് രാജിവെക്കണമെന്ന് ഗവർണർ. നിർദ്ദേശം തള്ളി ഇബോബി സിംഗ്. ഗോവയിൽ മനോഹർ പരീഖർ സർക്കാർ സത്യപ്രതിജ്ഞ നാളെ. അരുൺ ജെയ്റ്റ്ലിക്ക് പ്രതിരോധ വകുപ്പിന്റെ അധിക ചുമതല. പണവും അധികാരവും ഉപയോഗിച്ച് BJP ജനവിധി മോഷ്ടിക്കുന്നുവെന്ന് കോൺഗ്രസ്.